എല്ലാവരും നല്ല വ്യായാമത്തിലാണല്ലോ. അച്ഛനും കൂടി താമസമൊക്കെ ഇഷ്ടപ്പെട്ടോ? പിന്നെ നല്ല ഒന്നാന്തരം അറ്റ്മോസ്ഫിയർ. ആണോ? എത്ര ദിവസം അച്ഛൻ്റെ കൂടെ ഉണ്ടാകും? ഞാനൊരു 8-10 ദിവസം കാണും. അത്രേ ഉള്ളൂ? ഈ ചുറ്റുഭാഗത്തുള്ള പള്ളിയെല്ലാം പോകണം. അച്ഛൻ തീർത്ഥാടനത്തിലാണല്ലേ? അങ്ങനെയും പറയാം. പക്ഷെ പ്രധാനം തെക്കൻ കേരളത്തിലെ പള്ളികളെ കുറിച്ച് ഞാനൊരു പുസ്തകം തയ്യാറാക്കുന്നുണ്ട്. അതിനു വേണ്ടിയുള്ള ഒരു റിസർച്ച്. ഓഹോ, അത് ശരിയാ. അപ്പൊ അങ്ങനെ ആട്ടെ, 2 പുഷപ്പ് എടുക്കുന്നു. ഓ വേണ്ട, വെറുതെ എടുത്തിട്ട് പോച്ചോ. നമുക്ക് ഇതൊക്കെ അല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞാൻ പൗലോസ്, ഇത് ത്രേസ്യ എന്റെ ഭാര്യ. അത് എന്റെ കൂടെ കൂടി ത്രേസ്യ ആയതാന്നേ. ഞങ്ങൾ രണ്ടുപേരും ഈ സെമിനാറിലെ ജോലിക്കാരാണോ? എല്ലാ ജോലിയും ചെയ്യും. അടുക്കള പണി മുതൽ തോട്ടി പണി വരെ. അല്ലല്ല, തോട്ടം പണി വരെ എല്ലാം എനിക്കറിയാം. ഈ ഇടയായിട്ടാണല്ലോ അച്ഛനെ ഞാനിവിടെ കണ്ടു തുടങ്ങിയത്. അതെ, ഞാൻ ഈയിടെ ഇങ്ങോട്ട് വന്നത്. അച്ഛൻ നല്ല കോമഡിയാ. അതിനു മുമ്പ് നോർത്ത് ഇന്ത്യയിലായിരുന്നു. ഇപ്പോ ഇവിടെ ഒരു തീർത്ഥാടനത്തിലാ. ആണോ? അയ്യോ, വെല്ലിശം വരുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരിക്കണ കണ്ടാലേ ഞങ്ങളുടെ മുതുകത്തേറി ചവിട്ടാടാൻ കളിക്കും. ഞാൻ ഒരുപാട് കാലമായി ഒരു ചവിട്ട് നാടകം കണ്ടിട്ട്. ആണോ? അച്ഛൻ കൊള്ളാല. നട അതേ ഇല്ലേ? പെരുമാളോ വാ. ഒരു ചായ കൂടി. പിന്നെ എന്നെ പോലെയല്ല, പെരുമാളിന് മധുരമാവാട്ടോ. വാ പെരുമാൾ, പറയേ. പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. അങ്ങനൊന്നുമില്ല, പറഞ്ഞോളൂ. CM-നോട് വളരെ തീവ്രമായ ശത്രുത ആർക്കെങ്കിലും ഉണ്ടോ? പൊളിറ്റിക്കൽ സെക്രട്ടറി മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തൻ, സന്തത സഹചാരി. നിങ്ങൾ കാണാതെ കേൾക്കാതെ, നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ ഒരു ശത്രുവിനും കടന്നു പോകാൻ കഴിയില്ല. പ്രത്യേകിച്ച് ആരെയും സംശയമുണ്ടോ? ശത്രുക്കൾ ഒരുപാടുണ്ട് സഖാവിന്, അതൊന്നും എണ്ണിയാ തീരില്ല. മൂപ്പര് ഒരു ടൈപ്പാണെന്ന് അറിയാലോ. അദ്ദേഹത്തിന്റെ പോളിസികൾ ഒട്ടും ഇഷ്ടപ്പെടാത്ത പല ബിസിനസ് കമ്മ്യൂണിറ്റികളും ഇവിടെ ഉണ്ട്. കമ്മ്യൂണിറ്റിയല്ല, മാഫിയാസ്. റിയൽ എസ്റ്റേറ്റ് മാഫിയ, മണൽ മാഫിയ, മദ്യമാഫിയ, ലോട്ടറി മാഫിയ തുടങ്ങി ഒരുപാടുണ്ടല്ലോ. അതെ, ചുരുക്കി പറഞ്ഞാൽ പെട്ടെന്ന് പണക്കാരാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും സഖാവിന്റെ ശത്രുക്കളാ. ഈ പറഞ്ഞ മാഫിയാസിൽ എനിക്ക് സംശയം തോന്നിയ ചിലരുടെ ഒരു ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു തുടക്കത്തിന്. ഈ ലിസ്റ്റിൽപ്പെട്ട ആരെയും സംശയിക്കാൻ ഇതുവരെ ഒരു തെളിവ് ലഭിച്ചിട്ടില്ല. പക്ഷെ എവിടെയെങ്കിലും തുടങ്ങില്ലേ പറ്റൂ. മനസ്സിലായി. ലിസ്റ്റ് ഒരൽപ്പം കട്ടിയ. ആ ലിസ്റ്റില് ലോട്ടറി രാജാവ് ശെൽവം കണ്ണൻ, മണൽ മാഫി ഈപ്പൻ, അബ്കാരി നാരായണൻ തുടങ്ങിയവരൊക്കെ CM വളരെ പരസ്യമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. ഈ മാഫിയാസ് അല്ലാതെ വേറെ ആരെങ്കിലും നമുക്ക് സംശയിക്കാം? ചോദ്യം മനസ്സിലായി. പാർട്ടിയിലെ ഭിന്നത, അതല്ലേ പെരുമാൾ ഉദ്ദേശിച്ചത്? വേണമെങ്കിൽ അങ്ങനെ പറയാം. എന്നാൽ അങ്ങനെയൊന്നില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പറയില്ല പെരുമാൾ. നിങ്ങളോടൊന്നല്ല, ആരോടും. ഞാനും ഒരു സഖാവാ. ഈ പാർട്ടി നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ. പിന്നെ നിങ്ങൾ പോലീസിന്റെ രീതിയിൽ അന്വേഷിക്കാം. ദാറ്റ്സ് യുവർ ബിസിനസ്. അലമ്പ് എവിടെ കണ്ടാലും തൂത്തോണം. സ്വാമി ഒറ്റ ഒരുത്തന്നെ സെക്രട്ടറി മൊത്തം തുപ്പി തൂറി നാശാക്കി വെച്ചിരിക്കുന്നു. എവിടെ ലിസ്റ്റ്? എനിക്ക് പോയിട്ട് ധൃതി. നടക്കില്ല അരവിന്ദ, നടക്കില്ല. അരവിന്ദനല്ല, ഇനി ആര് വന്ന് ചോദിച്ചാലും CM-നെ വിസിറ്റ് ചെയ്തവരുടെ ലിസ്റ്റ് തരാൻ പറ്റില്ല. ഉത്തരവാദിത്വപ്പെട്ടവർ റിട്ടേൺ ആയിട്ട് എഴുതി തരണം. അതെവിടെങ്കിലും തുപ്പി തൊലയ്ക്കും. അല്ല വേണ്ടത്, ഇതിനകത്തോട്ട് നിക്ഷേപിക്കും. സ്വാമി അത് ജാട കാണിക്കാതെ ലിസ്റ്റിങ് നത്തിങ് ഡൂയിങ്. ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ലേ? വിസിറ്റേഴ്സിന്റെ ലിസ്റ്റ് തരാൻ പറ്റില്ല, പറ്റില്ല, പറ്റില്ല. വേണ്ട വേണ്ട വേണ്ട. താൻ അതുകൊണ്ട് എന്റെ പുറകെ നടക്കും. വാങ്ങിച്ചോ 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 എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള പണി ഞാൻ തനിക്കിട്ട് വെച്ചിട്ടുണ്ട്. എന്താ പേര്? നന്ദു. വലിയ ഉപകാരം സാർ. ലിസ്റ്റ് കിട്ടിയില്ലേ സാർ? സാമ്യം തുറന്നു. തരണയിൽ കാര്യകാരണ സഹിതം മുദ്രപത്രത്തിൽ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു കോളാമ്പി. എന്നാണ് പറഞ്ഞു? അങ്ങനെ തന്നെ പറഞ്ഞു.
നമസ്കാരം. ഫാദർ പുന്നക്കോട്ടിൽ. അച്ഛനെ ഓർമ്മയുണ്ടോ ആവോ? അറിയാം അറിയാം. ഇരിക്കണം, ഇരിക്കൂ ഇരിക്കൂ. ഈ CM-ന് മേലാതായ വിവരമൊക്കെ ഈ പേപ്പറിൽ നിന്നും TV നിന്നൊക്കെ അറിഞ്ഞായിരുന്നു. കർത്താവിന്റെ കൃപ കൊണ്ട് രക്ഷപ്പെട്ടല്ലോ. ഓഫീസിലൊക്കെ വരാൻ തുടങ്ങിയായിരുന്നു? ഇല്ല, അടുത്ത മൺഡേ വരും. പുറത്തെ പരിപാടികൾക്കൊക്കെ പോവൂ? വല്ലപ്പോഴും ഒക്കെ പോകുമായിരിക്കും. ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് മാത്രം. സെക്യൂരിറ്റി റെസ്ട്രിക്ഷൻസ് ആവും? അല്ല, മെഡിക്കൽ റെസ്ട്രിക്ഷൻസ്. 2-3 പ്രാവശ്യം മാത്രമേ അച്ഛനും അദ്ദേഹവും തമ്മിൽ കണ്ടിട്ടുള്ളൂ എങ്കിലും അച്ഛനോട് എന്തോ ഒരു പ്രത്യേക താല്പര്യമുണ്ട് അദ്ദേഹത്തിന്. ആന്നോ? അച്ഛന്റെ സംരക്ഷണയിലുള്ള അനാഥാലയം സന്ദർശിക്കാമെന്ന് മൂപ്പർ അച്ഛനോട് സമ്മതിച്ചായിരുന്നു. ഈ അനാഥാലയത്തിലെ പിള്ളേർക്ക് സിനിമ സ്റ്റാർ മതി. അപ്പൊ അച്ഛൻ പറഞ്ഞു CM അതിലും വലിയ സ്റ്റാറാണ്. അദ്ദേഹം ഓഫീസിലൊന്ന് വന്നോട്ടെ, അച്ഛൻ വന്ന് നിർബന്ധിച്ചാൽ മതി, തീർച്ചയായിട്ടും വരും. ആന്നോ? എന്നാ ഓഫീസിലല്ലേലും പുറത്ത് എന്നായെങ്കിലും പരിപാടിക്ക് വരുമ്പോ അച്ഛൻ പോയി കണ്ടോളാം. എന്നാലും മതി. അങ്ങനെ അന്നേ സാറിന്റെ നമ്പർ ഒന്ന് തരാവോ? അച്ഛൻ വിളിച്ചോളായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രോഗ്രാം പറഞ്ഞാലും മതി. അതെന്താ, തരാമല്ലോ. വലിയ ഉപകാരം. സാറിനെ പോലെയുള്ള നല്ല ആളുകൾ സർക്കാരിലും ഉണ്ടല്ലോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമസ്കാരം. നമസ്കാരം. എനിക്കൊന്നും കാണണ്ട സാർ, ഒരു തെറ്റ് പറ്റിപ്പോയി. വാസുദേവൻ സാർ എല്ലാ വിവരങ്ങളും എന്നോട് പറഞ്ഞു. എനിക്ക് CM-ന്റെ മുറി ഒന്ന് കാണണം പ്ലീസ് സാർ. തനിക്കെന്നെ ഒരു വിലയില്ല. അയ്യോ, വന്നോട്ടെ സാർ, വന്നോട്ടെ. അദ്ദേഹം എന്തിനാ ജനൽ തുറന്നു നോക്കുന്നേ? അത് പെട്ടെന്ന് ഈ ഓഫീസിന് തീ പിടിച്ചാൽ CM-ന് ജനൽ വഴി എടുത്ത് ചാടി ഓടാൻ പറ്റുമോ എന്ന് പരിശോധിക്കുക. വിസിറ്റേഴ്സ് ലിസ്റ്റും ഹിഡൻ ക്യാമറ ടേപ്സും കൈയോടെ അരവിന്ദാക്ഷനെ ഏൽപ്പിച്ചേക്കണം. സ്വാമി എന്തോ തരാമെന്ന് പറയായിരുന്നു. മാറിയില്ലേ? ലക്ഷ്മി, ഞാനാ. ആയിക്കോട്ടെ സർ. ഫൈൻ.